അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പഠിപ്പിക്കാനാണ്, അവനെ മാത്രം വിളിച്ച് ആരാധിക്കാനാണ് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അംബിയ മുർസലീങ്ങളെ അയച്ചിട്ടുള്ളത്. ഈ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തൻ്റെ സമുദായത്തെ ഉണർത്തിയത് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അവനോട് മാത്രം സഹായം തേടണം, അവനു മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെയുള്ള തൗഹീദിൻ്റെ റിസാലത്തുമായി കൊണ്ടാണ് സകല അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും ഈ ലോകത്ത് നിയോഗിച്ചിട്ടുള്ളത്. സകല പ്രവാചകന്മാരും അല്ലാഹു ഈ ലോകത്ത് സംവിധാനിച്ചത് ഈ ഒരു തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, എനിക്ക് വെള്ളം തരുന്നവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, വ ഇദാ മരിർത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ, രോഗം മാറ്റിത്തരുന്നവൻ എന്നിങ്ങനെയുള്ള എല്ലാ ഗുണഗണങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അതായത് രോഗം വന്നാൽ രോഗം മാറ്റാൻ കഴിയുന്നവൻ, ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ ഭക്ഷണം തരാൻ കഴിയുന്നവൻ, പ്രയാസമുള്ള സമയത്ത് പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയുന്നവൻ, എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഉടയവൻ എന്നിങ്ങനെയുള്ള എല്ലാ ഗുണഗണങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകി. ഈ രൂപത്തിൽ, അഭൗതികമായ രൂപത്തിൽ ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നമ്മെ സഹായിക്കുവാനോ നമ്മെ സംരക്ഷിക്കുവാനോ നമുക്ക് രോഗം ശിഫപ്പെടുത്തി തരാനോ നമ്മുടെ വിശപ്പ് മാറ്റിത്തരുവാനോ നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാനോ ഒരു ശക്തിക്കും കഴിയില്ല. അതൊരു ഔലിയാക്കന്മാർക്കും കഴിയില്ല, ഒരു അമ്പിയാക്കന്മാർക്കും കഴിയില്ല. ഇവിടെ ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്നാൽ ആ പ്രവാചകന് പറയാമല്ലോ, ഞാൻ വലിയ പ്രവാചകനാണ്, ഞാൻ എല്ലാവരെയും സുഖപ്പെടുത്തും എന്ന് പറയാമായിരുന്നല്ലോ. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ പോലും ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് എന്നുള്ളതാണ്. ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ, രോഗപ്പാണ്ടുള്ളവരെ അവരുടെ അസുഖങ്ങൾ മാറ്റിയിട്ടില്ലേ, കണ്ണുപൊട്ടനായ ആളുകൾ, അന്ധന്മാരായ ആളുകൾ, അവരെ കണ്ണ് തിരിച്ച് കാഴ്ച തിരിച്ചു നൽകിയിട്ടില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് അതിൻ്റെ വസ്തുത? അത് യഥാർത്ഥത്തിൽ മുഅ്ജിസത്താണ്. അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിലൂടെ നടപ്പിലാക്കിയ മുഅ്ജിസത്താണ്. ഏറ്റവും സിമ്പിളായിക്കൊണ്ട് പറയുകയാണ് എങ്കിൽ, മരിച്ചു കിടക്കുന്ന ആളുകളെ എണീക്കൂ എന്ന് പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന് കഴിയും. പക്ഷേ എണീപ്പിക്കാൻ കഴിയുമോ? അത് എണീപ്പിച്ചതാരാണ്? അത് അള്ളാഹുവാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് എണീക്കാൻ പറയാൻ അള്ളാഹു കൽപ്പിച്ചു. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ എണീക്കൂ എന്ന് പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന് കഴിയും. പക്ഷേ എണീപ്പിക്കാൻ കഴിയില്ല, ജീവൻ നൽകാൻ കഴിയില്ല. ആ ജീവൻ നൽകിയതാരാണ്? അത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ആ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ വ്യക്തമാക്കുന്നു. ഇനി ഭക്ഷണം നൽകാൻ കഴിവുള്ളവൻ, അതുപോലെ തന്നെ കുട്ടികളെ നൽകാൻ, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളെ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. സക്കരിയ നബി അലൈഹി ഇസ്ലാം മെഹ്റാബിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് മറിയം ബീബിയുടെ അടുക്കൽ വന്നപ്പോൾ മറിയം ബീബിയുടെ അടുക്കൽ ഒരു ഭക്ഷണത്തളിക പ്രത്യക്ഷമായി. ആ നാട്ടിൽ കിട്ടാത്ത, ആ സീസണിൽ കിട്ടാത്ത ഒരു തരം ഭക്ഷണമാണ് അവിടെ കണ്ടത്. ഇത് കണ്ടപ്പോൾ അത്ഭുതം പൂണ്ട്, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് അമാനുഷികമായ ഒരു സംഭവം, പെട്ടെന്നൊരു സംഭവം അവരിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ നേരെ അയാളെ വലിയ ഔലിയാക്കളാക്കി പിന്നെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളായി മാറും. പിന്നെ അവിടെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ മക്ബറകളുണ്ടായി പിന്നെ അവരോട് തേടുന്നൊരവസ്ഥ. എന്നാൽ സക്കരിയ നബി അലൈഹി ഇസ്ലാം നമുക്ക് മാതൃക കാണിച്ചു. മറിയം ബീവിയുടെ അടുക്കൽ ഈ വലിയ കറാമത്തുണ്ടായിട്ട് പോലും മക്കളില്ലാത്ത
സക്കരിയ നബി അലൈഹിസ്സലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മക്കളെ തേടിയത് ആരെയാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ദുര്രിയത്തൻ ത്വയ്യിബ, അള്ളാഹുവേ നീ എനിക്ക് ത്വയ്യിബായ ഒരു കുട്ടിയെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയെ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. കറാമത്ത് നേരിൽ കണ്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീബിയോട് പ്രാർത്ഥിക്കാതെ നേരെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ആ കറാമത്ത് അവിടെ വെളിവാക്കിയ അള്ളാഹുവിനോട് സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ മാതൃക. എന്നാൽ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അന്യമായ ആദർശങ്ങൾ അള്ളാഹുവിൽ നിന്ന് ആളുകളെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കന്മാരിലേക്ക്, പുണ്യപുരുഷന്മാരിലേക്ക് ആളുകളുടെ വിശ്വാസത്തെ അവരിലേക്ക് ചേർത്ത് വച്ച് ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്നു. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, കുട്ടിയില്ലെങ്കിൽ വിഷമമുണ്ടാകുമ്പോൾ, അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം തുണയായി, കാവലായി, പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവനായി CM മടവൂരുണ്ട്, അവരെ വിളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിനെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുകയാണ്. ഈ അടുത്ത് പ്രശസ്തമായ ഒരു വ്യക്തിയാണ് സൊഫ്വാൻ എന്നുള്ളത്. സൊഫ്വാൻ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശിർക്കൻ പ്രവർത്തനങ്ങളുമായി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും, ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മഹാനായ മടവൂർ പാപ്പാന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. കടം വീടാൻ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, സാധേ രോഗം ശിഫിയാവണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്. എത്രയെത്ര സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളുടെ പർവ്വതക്കെട്ടുകളുമായി അള്ളാഹുവിന്റെ ദുനിയാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും തനിയാണ് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും പർവ്വത സമാനമായ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ നമ്മെ തേടി വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്താണ് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. എത്ര ആളുകളാണ് അവിടുത്തെ സമീപത്ത് വന്ന് സങ്കടം പറയാറുള്ളത്? ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ മടവൂർ പാപ്പാനെ പിടിച്ചു നിൽക്കുന്നവരാരാ? മടവൂർ പാപ്പയുമായിട്ട് ബന്ധമുള്ളവരാരാ? മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി തങ്ങളവരുമായിട്ട് കണക്ഷൻ ഉള്ളവരാരാണ്? നിരന്തരം അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരാരാണ്? അവർക്ക് മഹാനവറുകളെ കാവൽ ലഭിക്കുമെന്ന് മറന്നു പോവണ്ട. ധാരാളം ആളുകൾ ശൈഖുനായുടെ സമീപത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുത്തെ ജീവിതകാലത്തും അങ്ങനെ തന്നെ, വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. മക്കളില്ലാത്തവർ എത്ര പേരാണ് ശൈഖുനയുടെ സമീപത്ത് വന്ന് പരാതി പറയാറുള്ളത്? കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി വല്ലാത്ത പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളാണ് മടവൂർ പാപ്പാന്റെ ഹളറത്തിൽ വന്ന് സങ്കടങ്ങൾ പറയാറുള്ളത്? എത്രയോ ക്യാൻസർ രോഗികൾ മഹാനായ മടവൂർ പാപ്പാന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോ ആ രോഗമിനി വേണ്ട. എത്രയോ പേര് അനുഭവങ്ങൾ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മുറുകെ പിടിച്ചോ കൂട്ടുകാരാ, മഹാനായ ഖുത്ബുൽ ആലമീനെ മുറുകെ പിടിച്ചോ പെങ്ങളെ. നിങ്ങളെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക്, നിങ്ങളെ പ്രതിസന്ധികൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, പട്ടിണികൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, നിങ്ങളെ കടങ്ങൾക്ക്, നിങ്ങളെ വിഷമങ്ങൾക്ക്, മനസ്സിന്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് ശൈഖുനാ CM വലിയുല്ലാഹ്. കേട്ടില്ലേ സഹോദരങ്ങളെ? സൊഫ്വാൻ എന്ന് പറയുന്ന ഈ മൗലവി ഉമ്മപെങ്ങന്മാരെ വിളിച്ചുകൊണ്ട്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഏതേതു പ്രതിസന്ധികളുണ്ടെങ്കിലും, നൂറുകൂട്ടം പ്രയാസങ്ങളുണ്ടെങ്കിലും, ക്യാൻസർ രോഗമുള്ള ആളുകൾ പോലും CM മടവൂരിൻ്റെ അടുത്ത് ചെന്ന് പ്രയാസം പറഞ്ഞപ്പോൾ ഇനി ക്യാൻസർ ഇല്ല, ആ രോഗം മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മായാവി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഷിർക്കിലേക്ക് നയിക്കുകയാണ്. ഇവിടെ സൊഫ്വാൻ മൗലവിയോടും ഇത്തരം മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തിന്മയിലേക്ക്, ഷിർക്കിലേക്ക് നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ,
നിങ്ങൾ അള്ളാഹുവിന് യാതൊരു ഗാംഭീര്യവും നൽകുന്നില്ലേ? ഈ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കാനല്ലേ സകല അമ്പിയാക്കന്മാരും പ്രവാചകന്മാരും വരുന്നത്? അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദി, അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ എന്താണിങ്ങനെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നത്? തിരിച്ചു വരണം സഹോദരങ്ങളെ. സ്നേഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു മാത്രമാണ് നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ കാവലായി പരിഹാരമായിട്ടുള്ളവൻ. ഫമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. തവക്കുലേൽപ്പിക്കാൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഭരമേൽപ്പിക്കാൻ അത് അള്ളാഹു മാത്രമാണുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം ശിർക്കിൽ നിന്നും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമകളെ തെറ്റിക്കരുത്, അതിൻ്റെ ശിക്ഷ കൂടി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.